സമസപ്തമ പൊരുത്തം എന്ന് പറഞ്ഞിട്ട് ഈ വിവാഹ കാര്യങ്ങളിൽ ചില ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. കുറെ അന്ധവിശ്വാസങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അതായത് ജാതകത്തിന്റെ പൊരുത്തം നോക്കി അത്രയും നമ്മൾ ഡൗറിയൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ച് അയക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. ഒന്നും നോക്കാതെ ജാതക പൊരുത്തമോ അല്ലെങ്കിൽ ഇത് നക്ഷത്ര പൊരുത്തമോ ഒന്നും നോക്കാതെ ഒരു സൈഡിൽ ഒരു വിഭാഗം ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഈ രണ്ട് സിസ്റ്റത്തിലും നമ്മൾ കാണുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ എത്രയൊക്കെ ജാതകം നോക്കിയാലും ഒരു വിവാഹം എന്ന് പറയുന്നത് ഫെയിലിയറിലേക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് സത്യത്തിൽ നമുക്കപ്പോൾ ഈ ഒരു വിവാഹം എന്ന് പറഞ്ഞ് നടത്തുമ്പോൾ ജാതകം നോക്കേണ്ട ആവശ്യം ഉണ്ടോ? ഗായത്രി, ഞാൻ ജാതകം നോക്കിയല്ല കല്യാണം കഴിച്ചത്. ഞാനത് പബ്ലിക്കലി റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാനൊരു അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോൾ ഒരു ക്രിസ്പി ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യൻ കുറച്ച് വളരെ വലുതാണ്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഞാൻ എത്രയോ വർഷമായിട്ട് 2008 മുതൽ ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എൻ്റെ കരിയറിൽ എനിക്കുണ്ടായ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന പല സോഫ്റ്റ്വെയർ കമ്പനിയും, അതായത് പല മാട്രിമോണി കമ്പനിയും, ഭാരത് മാട്രിമോണി, ഷാദി, പല കമ്പനിയുടെയും ഇൻറ്റേർണൽ ഇൻറ്റഗ്രേഷൻ പ്രോസസ്സിൽ ഞാനുണ്ടായിരുന്നു. അതായത് ഈ മാരേജ് മേക്കിംഗ് സോഫ്റ്റ്വെയർ എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാനാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പുറമെ ഇവിടുത്തെ ലീഡ് ചെയ്ത് നിൽക്കുന്ന പല ന്യൂസ് പോർട്ടൽസ്, മനോരമ, മാതൃഭൂമി, ജനൻ TV, മംഗളം, കൗമുദി, ഇങ്ങനെ തുടങ്ങുന്ന പല ചാനൽസിൻ്റെയും അസ്ട്രോളജിക്കൽ പേജ്, ഇന്ത്യ ടുഡേയും ടൈംസ് വരെയും പിന്നെ ഏകദേശം 120ഓളം ഓൺലൈൻ പോർട്ടൽസിൻ്റെ ഇൻറ്റിഗ്രേഷൻ പ്രൊസീജിയറിൽ ഞാനുണ്ടായിരുന്നു. ഞാനായിരുന്നു എൻ്റെ കീ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് വളരെ ക്ലാരിറ്റി ഉണ്ട്. അതായത് ഈ പറയുന്ന ബ്രാൻഡുകളെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ മനോരമ പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാതൃഭൂമി പ്ലേസ് ചെയ്യുന്ന ഒരു ആഡ് കണ്ടിട്ട് അതിലേക്ക് വന്ന് അവിടെ വന്ന് ആ ലാൻഡിങ് പേജിൽ നിന്ന് നമ്മുടെ കമ്പനിയുടെ പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡെലിവറിബിൾ കൊടുക്കുന്ന റിപ്പോർട്ട് ഓതൻറ്റിസിറ്റി ഉള്ളതായിരിക്കേണ്ടത്. കാരണം ആ ബ്രാൻഡിനെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരാണ്, നമ്മൾ വിശ്വസിച്ചല്ല വരുന്നത്. അപ്പോൾ ഭാരതത്തിനകത്ത് ഈ പറയുന്ന മാരേജ് മേക്കിംഗ് നോക്കുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആണ് ഗായത്രി. അതെ, ചൊവ്വാദോഷത്തിന്റെ കാര്യം ചൊവ്വാദോഷവും ദശാസന്ധിയാണ് വില്ലൻ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ കേരളത്തിനകത്തുള്ള 10 ജാതകങ്ങൾ എടുക്കുമ്പോൾ 5 ജാതകങ്ങളും 10ൽ 5 ജാതകങ്ങളും റിജക്ഷൻ വരും. രാശിപ്പൊരുത്തം, രാശാതിഥി പൊരുത്തം, യോനിപ്പൊരുത്തം, മഹേന്ദ്ര പൊരുത്തം, ഗണപ്പൊരുത്തം, ഇങ്ങനെ ഒരുപാട് നിരവധി പൊരുത്തക്കൂട്ടുകൾ കൊണ്ട് 12ൽ 12ഓ 12ൽ 10ഓ അല്ലെങ്കിൽ വരുമ്പോൾ പൂർണ്ണമായിട്ട് റിജക്ഷൻ വരും. അതിനേക്കാളും അപ്പുറം ഇന്ന് കേരള സമൂഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരുപാട് പാരൻസ് കരഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. കാരണം കുട്ടി ജനിച്ചത് അറിയാതെ ചൊവ്വാദോഷത്തിലായിപ്പോയി. ഇതാരുടെ കുഴപ്പമാണ്? അവിടെ ബ്ലെയിം ചെയ്യാൻ പല ആൾക്കാരും വരും. നാട്ടുകാരനേക്കാൾ അപ്പുറം മോൾക്ക് കല്യാണം ആയില്ലല്ലേ, മോന് കല്യാണം ആയില്ലല്ലേ, ആ അമ്മയ്ക്കും അച്ഛനും കിട്ടുന്ന വേദന എന്ത് വളരെ വലുതായിരിക്കും. അവരെന്ത് തെറ്റാ ചെയ്തത്? അപ്പോൾ എന്താ ഈ ചൊവ്വാദോഷം? ബേസിക്കലി ഇതൊരു ചൊവ്വയെ വില്ലനായിട്ട് വെച്ചേക്കുക. അപ്പോൾ ഇതൊന്നും നോക്കാതെ വലിയൊരു ലാർജ് ഓഡിയൻസ് ഇന്ത്യയിലില്ലേ? തീർച്ചയായിട്ടും സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? പല കൺട്രീസ് എടുത്ത് നോക്കൂ, സ്വീഡൻ, ഫിൻലാൻഡ്, ഈവൻ സ്കാൻഡിനേവിയൻ കൺട്രീസ്, ലക്സംബർഗ്, പിന്നെ നോർവേ, ഐസ്ലാൻഡ്, ഇവിടെയൊക്കെ ആരെന്തിലാണ് വിശ്വസിക്കുന്നത്? ജീവിച്ചു പോകുന്നില്ലേ? ന്യൂസിലാൻഡ്, മതങ്ങൾ പോലും ഇല്ലാത്ത രാജ്യങ്ങളാണ്. അതൊക്കെ അവിടെ നിന്നോട്ടെ. നമ്മൾ എഗെയിൻ ബാക്ക് ടു ദ ഭാരതീയ സംസ്കാരത്തിൽ വരുമ്പോൾ നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മളിവിടുത്തെ ജൂറിസ്ഡിക്ഷനിൽ ജീവിക്കുന്നു, നമ്മളിവിടുത്തെ ചിട്ടാവട്ടങ്ങളെ ഫോളോ ചെയ്യുന്നു, ജ്യോതിഷത്തിന് വിശ്വസിക്കുന്നു, ഈശ്വരനെ വിശ്വസിക്കുന്നു, അതുപോലെ ജ്യോതിഷനെയും വിശ്വസിക്കുന്നു. അപ്പോൾ ജ്യോതിഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജ്യോതിഷം പറയുകയാണ് ചൊവ്വാദോഷമുണ്ട്, മോക്കോ മോനോ ഇത്ര വർഷം കല്യാണ യോഗമില്ല. അച്ഛനും അമ്മയും മാനസികമായിട്ട് സംഘർഷത്തിലാവും. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയുടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ ഈ ജ്യോതിഷം പറയുന്ന അനുസരിച്ചിട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പല പൂജകളും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകും. കേരളത്തിനകത്തുള്ള ഈ ജാതകത്തിൻ്റെ ബേസിക്കലി കാൽക്കുലേഷൻസ് വരുന്ന പഞ്ചാംഗത്തിൽ നിന്നാണല്ലോ സമയം നോക്കുന്നത്. ഒരു ജ്യോതിഷൻ എൻ്റെ അടുത്ത് ഒരാൾ വരുമ്പോൾ ജ്യോതിഷൻ പഞ്ചാംഗം എടുക്കുന്നു, സമയം നോക്കുന്നു, കൊടുക്കുന്നു അല്ലേ? ഗുരുവായൂർ കല്യാണം കഴിക്കുന്ന ഒരാൾക്ക് സമയം നോക്കണോ? വേണ്ട. എൻ്റെ കല്യാണം ഗുരുവായൂരായിരുന്നു. അപ്പോൾ ഓക്കെ, സന്തോഷം. അപ്പോൾ ഈ ഗുരുവായൂർ അടക്കുന്ന കല്യാണത്തിന് ആരും സമയം നോക്കാറില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ഗുരുവായൂരപ്പനെ സമർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകും അല്ലേ? അപ്പോൾ ഒരു ജ്യോതിഷൻ ഈ പറയുന്ന പഞ്ചാംഗം എവിടെ നോക്കുമ്പോൾ പഞ്ചാംഗത്തിൻ്റെ ബേസ് എവിടെ നിന്നാണ് വരുന്നത്?
എഫമറീസ് എവിടെ നിന്നാണ് എടുക്കുന്നത്? നാസയിൽ നിന്ന് കിട്ടുന്ന കോപ്പി വെച്ചിട്ട് പലരും പല പല ഈ പറയുന്ന പഞ്ചാംഗം ഉണ്ടാകുന്നു. കേരളത്തിലുള്ള പഞ്ചാംഗത്തിൻ്റെ സിസ്റ്റം എന്താണ്? ഇത് നമ്മൾ ഒരാളെ വിമർശിക്കുന്നതല്ല, നമ്മളതിൻ്റെ റിയൽ ഫാക്ട്സ് കാണുന്നതാണ്. കേരളം വിട്ട് നമ്മൾ പോകുന്ന സമയത്ത് കർണാടക, നോർത്തേൺ പാർട്ട് ഓഫ് കർണാടകയിൽ പോയാൽ ഫോളോ ചെയ്യുന്നത് കൃഷ്ണ പഞ്ചാംഗമാണ്. സൗത്തൺ പാർട്ടിൽ പോകുന്ന സമയത്ത് ഹുണ്ടിക്കൊപ്പൽ പഞ്ചാംഗമാണ്. എന്നാൽ നമ്മൾ തമിഴ്നാട് പോയിക്കോളൂ, തമിഴ്നാട് എന്താണ്? പാമ്പ് പഞ്ചാംഗമാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പഞ്ചാംഗവും ഓരോ കാൽക്കുലേഷൻസും ഉണ്ട്. അപ്പോൾ ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമല്ല. എല്ലാവരും ഈ സിസ്റ്റത്തിനകത്തായി ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്നു, അത് വെച്ച് പ്രെഡിക്റ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഞാൻ പഠിച്ച് വലുതായി ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ വന്ന് ജ്യോതിഷം നോക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ടൂള് പഞ്ചാംഗമാണ്, ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്നെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ആരെയും നമുക്കൊരിക്കലും ബ്ലെയിം ചെയ്യാനോ തെറ്റു പറയാനോ പറ്റില്ല. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബേസിലാണ് സമയം നോക്കുന്നത്. അപ്പോൾ കേരളത്തിനകത്ത് 10ൽ 10 ജാതകം നോക്കുമ്പോൾ 5 റിജക്ഷൻ വരും. ഈ സെയിം ജാതകം കേരളത്തിലേക്ക് പുറത്തു കൊണ്ടുപോയാലോ 10ൽ 9 മാച്ച് ചെയ്യും. അവിടെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിക്കും. എൻ്റെ മോളുടെ കല്യാണം, മോൻ്റെ കല്യാണം കേരളത്തിൽ നടന്നില്ലല്ലോ. കേരളം വിട്ടുപോകുന്ന സമയം നടക്കുന്നു. പക്ഷേ ഈ 10ൽ 10 പൊരുത്തം അല്ലെ 12ൽ 12 പൊരുത്തം നോക്കി സക്സസ് ആയിട്ട് നല്ല പ്രമുഖനായ ജ്യോതിഷൻ കൊടുക്കുന്ന വിവാഹ ബന്ധങ്ങൾ വരെയും ഡൈവേഴ്സായി പോകുന്നില്ലേ? ഇന്ന് ഇന്ത്യയിലെ ഡൈവേഴ്സിൻ്റെ റേഷ്യോ എടുക്കുമ്പം ഏറ്റവും കൂടുതലുള്ള ഏത് സ്റ്റേറ്റിലാണ്? കേരളമാണ്. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നതും ഏറ്റവും കൂടുതൽ കേസ് ഫാമിലി കോർട്ടിലുള്ളതും കേരളമാണ്. അതിന് പല റീസൺസ് ഉണ്ടാവാം. ഈ പറയുന്ന ജാതകവും ജ്യോതിഷനും അല്ല, പല റീസൺസ് ഉണ്ടാവാം. അല്ല, ഒരു കോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണ ബന്ധങ്ങൾ എല്ലാം ഇത് നോക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതെല്ലാം മാനസിക പൊരുത്തമാണ്. മനപ്പൊരുത്തമുണ്ടോ ബാക്കിയുള്ള എല്ലാം മുന്നോട്ട് പോകും. അവിടെയാണ് സ്പിരിച്വൽ തലങ്ങൾക്ക് എന്നും പ്രാധാന്യമുള്ളത്. ഒരു ഹസ്ബൻഡും വൈഫും രണ്ടുപേരും സ്പിരിച്വലി എൻലൈറ്റ്മെൻറ്റ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ സ്പിരിച്വലി അവേക്കനിങ് ഉള്ള ഒരാളാണെങ്കിൽ അടുത്ത ആളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് മനസ്സിലാവും. ഈഗോ പൂർണ്ണമായിട്ട് നശിക്കും, ജലസ് പൂർണ്ണമായിട്ട് നശിക്കും, നീഡ്സ് പൂർണ്ണമായിട്ട് മാറി വരും, സെഗ്മെൻറ്റേഷൻസ് മാറി വരും. സെഗ്മെൻറ്റേഷൻസ് എല്ലാം നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ ഓരോ സെഗ്മെൻറ്റിൽ പോകുന്ന ആൾക്കാരാണ്. അതായത് ഹാർഡ് കോർ ബിലീവേഴ്സ് ആയിരിക്കാം, ബിലീവർ ആയിരിക്കാം, നോൺ ബിലീവർ ആയിരിക്കാം, അല്ലെങ്കിൽ കാഷ്വൽ റീഡർ ആയിരിക്കാം. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മേടിക്കും. അത് അവരുടെ ബ്രാൻഡല്ലേ, ഞാനത് എടുക്കുന്നു. അതുപോലെയാണ് കല്യാണവും. ആ ജ്യോതിഷൻ പറയുന്നതല്ലേ, എൻ്റെ മോളെ 100% ജ്യോതിഷൻ കുഞ്ഞിലെ മുതലേ ജാതകം എഴുതുന്ന ആളാണ്, ഇത് തന്നെ മതി. രണ്ടാമതൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അനാലിറ്റിക്കലിലേക്ക് പല പാരൻസും പോകാറില്ല. ഇന്ന് ഒരുപാട് പേര് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഡൈവേഴ്സിൻ്റെ എണ്ണം കുറയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരാളുടെ തെറ്റല്ല, സിസ്റ്റത്തിനകത്ത് അങ്ങനെ ആയിപ്പോയി. സിസ്റ്റത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ അനാലിറ്റിക്കൽ ബ്രെയിനിൽ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഡൈവേഴ്സ് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക വിലയിരുത്തൽ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.